ഹലോ നമസ്കാരം. അപ്പോൾ നമ്മൾ അബുദാബിയിലേക്കുള്ളൊരു യാത്രയാണ് അലൈനിൽ നിന്ന്. അപ്പോൾ അലൈനിലെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കാണിച്ചതുകൊണ്ട് ഇപ്പം നമ്മൾ ഏകദേശം അബുദാബിയുടെ അടുത്തേക്ക് എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല മനോഹരമായിട്ടുള്ള മരുഭൂമിയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അലൈൻ ടൗണിലേക്ക്, അതായത് കോർണീഷിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിവരണങ്ങൾ ഞാൻ തരാം. അബുദാബി എന്ന് പറയുന്നത് പഴയ കാലത്ത് ചെറിയ മത്സ്യബന്ധനവും മുത്തുവാരലുമായിരുന്നു ജീവിതത്തിൻ്റെ അടിസ്ഥാനം. 18-ാം നൂറ്റാണ്ടിൽ ബനിയാസ് ഗോത്രം ഇവിടെ കുടിയേറിയതോടെയാണ് നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് തുടക്കമായത്. ഇപ്പം നമ്മൾ അബുദാബി ടൗണിലേക്ക് കയറുകയാണ്. വളരെ മനോഹരമായ രീതിയിൽ നല്ല ഹൈറ്റിലുള്ള മരങ്ങൾ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം അവിടെ നല്ല നമുക്ക് അപ്പർ സൈഡ് കാണാൻ പോലും പറ്റുന്നില്ല, അത്രയും ഉയരത്തിലാണ് അവിടെ. അപ്പോൾ നമ്മളിങ്ങനെ ടൗണിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. 1958 എണ്ണ കണ്ടെത്തിയതോടെ അബുദാബി അപ്രതീക്ഷിതമായിട്ട് സാമ്പത്തികമായി വളർന്നത്. ഈ സമ്പത്ത് ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ വളരെ നയത്തിൽ സൗകര്യപ്രദമായ രീതിയിലേക്ക് അത് വികസനത്തിലേക്ക് മാറ്റുകയുണ്ടായി. ഇപ്പം നമ്മൾ വീണ്ടും ഒരു സബ്വേ പോലെ അല്ലെങ്കിൽ ഒരു ഇതിൻ്റെ അടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 1971 ഐക്യ അറബ് എമിറേറ്റ്സിൻ്റെ രൂപീകരണത്തിൽ അബുദാബി പ്രധാന പങ്ക് വഹിച്ചു. അതിനുശേഷം ഈ നഗരം UAE ഭരണ കേന്ദ്രമായിട്ട് ഉയർന്നു. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എങ്കിലും അറിയാത്ത ആളുകൾക്ക് വേണ്ടി നമ്മളിത് പറയണം. ഇന്ന് അബുദാബി ആധുനിക കെട്ടിടങ്ങളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളുള്ള സമകാലിക നഗരമായി മാറിയിരിക്കുന്നു. അതിനൊപ്പം ഉണ്ടാക്കുന്നത് സംസ്കാരത്തിനും പൈതൃകത്തിനും നൽകിയ വലിയ ഉചിതമായിട്ടുള്ള സ്ഥാനങ്ങളാണ് അബുദാബി, അതായത് UAE മൊത്തം നൽകിക്കൊണ്ടിരിക്കുന്നത്. അബുദാബിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കോർണീഷ് സമുദ്രതീരമുള്ള ഓരങ്ങളിലെ നൈസർഗിക ഭംഗിയും ആധുനിക സൗകര്യങ്ങളും ഒന്നിച്ച് കാഴ്ചവെക്കുന്ന മനോഹര ഇടമാണ്. ഇപ്പം നമ്മൾ ആ കോർണീഷിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ വണ്ടി അവിടെ അങ്ങോട്ട് പാർക്ക് ചെയ്ത് ഒരു ഭാഗത്ത് ഒതുക്കിയിട്ട് അപ്പുറത്തേക്ക് ഓപ്പോസിറ്റ് സൈഡിലാണ് കോർണീഷ് ബീച്ച്. അങ്ങോട്ട് പോകാൻ വേണ്ടി നമ്മൾ പോകുന്ന കൂട്ടത്തിൽ വളരെ മനോഹരമായിട്ട് എത്രയോ നല്ല രീതിയിലുള്ള യൂറോപ്യൻ രാജ്യങ്ങളെ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളെ കിടപിടിക്കുന്നതിനേക്കാൾ അത്രയും മനോഹരമായ രീതിയിൽ വൃത്തിയിലും ഭംഗിയിലും സുരക്ഷയിലും ഒക്കെ നല്ല രീതിയിലുള്ള ബിൽഡിങ്ങുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ആ ഭാഗത്തേക്ക് ആ ബീച്ചിലേക്ക് പോകാനുള്ള സ്ഥലം നോക്കി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ പാർക്ക് ചെയ്യാനും കൂടി, അപ്പോൾ ആ ടൗണിൻ്റെ ആ ഭംഗിയും കൂടി ക്യാമറയിൽ ഒപ്പിയെടുക്കാനും കൂടിയുള്ള ഒരു രീതിയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അബുദാബിയിലെ കോർണീഷ് ഒരു കാലത്ത് പ്രകൃതിദത്തമായ കടൽ തീരമായിരുന്നു. പഴയ കാലത്ത് ഇത് മത്സ്യത്തൊഴിലാളികളും പേരൽ ഡിവൈസ്, അതായത് മുത്തുവരുന്ന ഈ മുങ്ങൽ വിദഗ്ധരും ഒക്കെ ഉള്ള അവരുടെ ഒരു ഉപജീവനമായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്ന സ്ഥലമായിരുന്നു. നഗരം വികസിക്കാനായി സമുദ്രം പുനരുപയോഗിച്ചു. അതിലൂടെ ജനങ്ങൾക്ക് വിനോദം, സൗകര്യം, അതുപോലെ പ്രകൃതിയുമായി ചേർന്ന് സമയം ചെലവഴിക്കാവുന്ന ഒരു മനോഹര തുറമുഖ മേഖലയായി കോർണീഷ് മാറി. 1990കളിലും അതിനുശേഷമുള്ള വർഷങ്ങളിലും അബുദാബി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ കോർണീഷിൻ്റെ വികസന പദ്ധതികൾ നടപ്പാക്കിയതോടെ വെള്ളത്തിനടിയിലും കരയിലെ ഭാഗങ്ങളിലും വലിയ മാറ്റങ്ങളുണ്ടായി. കടൽ ഭാഗം കൃത്രിമമായി നിർമ്മിച്ചു. അവിടെ പാതകൾ, പാർക്കുകൾ, സൈക്കിൾ ട്രാക്കുകൾ, കഫേകൾ തുടങ്ങിയവ വളരെ കൃത്യമായ രീതിയിൽ ഒരുക്കി. ഇന്ന് അബുദാബി കോർണീഷ് 8 കിലോമീറ്റർ നീളമുള്ള വിശാലമായ തെരുവും ബീച്ചുമായാണ് നിലകൊള്ളുന്നത്. നൂറുകണക്കിന് ആളുകൾ രാവിലെ ജോഗിങ്ങിനും വൈകിട്ട് കുടുംബസമേതം വിശ്രമത്തിനും ഇവിടെ എത്തുന്നു. ഇവിടെ വിവിധ വിഭാഗങ്ങളിൽപ്പെടുന്ന പബ്ലിക് ബീച്ചുകൾ നല്ല സുരക്ഷയോടെയും സൗകര്യത്തോടെയും ഒരുക്കിയിരിക്കുന്നു. UAE ദേശീയ ദിനം, ന്യൂ ഇയറിൻ്റെ ഈവൻറ്റ്, ഈദാഘോഷങ്ങൾ മുതലായ പ്രധാന വേദിയായാണ് കോർണീഷ് മാറിയിരിക്കുന്നത്. രാത്രി സമയത്ത് ഇവിടെ നിന്ന് കാണാവുന്ന ഫയർ വർക്കുകളും ലൈറ്റ് ഷോയും നഗരത്തിൻ്റെ ഉത്സാഹം പ്രകടിപ്പിക്കുന്നു. അബുദാബി നഗരത്തിലെ നടുവിൽ പ്രകൃതിയോടും സമുദ്രത്തോടും ചേർന്ന് നിലകൊള്ളുന്ന കോർണീഷ് നഗരജീവിതത്തിൻ്റെ ടൂറിസത്തിൻ്റെയും ഹൃദയമിടിപ്പാണ്. അതിലൂടെ നടന്നാൽ മനസ്സിന് ശാന്തിയും ശരീരത്തിന് ഊർജവും മൊത്തത്തിൽ നല്ല ശുദ്ധവായും ലഭിക്കും. അബുദാബി ആധുനികതയോടൊപ്പം തങ്ങളുടെ ഇസ്ലാമിക പൈതൃകവും അറബ് സംസ്കാരവും സംരക്ഷിച്ചും പുലർത്തിയും മുന്നോട്ട് പോകുന്ന അപൂർവ നഗരമാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഒരു വിധത്തിൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയെങ്കിലാണ് നമുക്ക് ഈ കോർണീഷ് ബീച്ചിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു മുമ്പും നമ്മൾ വീണ്ടും ആ വളരെ എത്രമാത്രം നമ്മൾ ആ ബിൽഡിങ്ങുകളുടെ അതുമാതിരി ആ അബുദാബി സിറ്റിയുടെ ഒക്കെ ഫോട്ടോ എടുത്താലും നമുക്ക് പിന്നെയും എടുക്കാൻ തോന്നും. മേലെ അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കൊച്ചു വിമാനങ്ങളും ഹെലികോപ്റ്ററുകളൊക്കെ പറന്ന് പോകുന്നുണ്ട്. അത് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ നമുക്ക് നോക്കിയാൽ കാണാവുന്നതാണ്.
ഇനി നമുക്കിത് ഇവിടുന്ന് ഓപ്പോസിറ്റ് പോയെങ്കിലാണ് ബീച്ചിലേക്ക് എത്തുകയുള്ളൂ. അത് കാരണം കുറച്ചും കൂടി കഴിഞ്ഞാൽ ഇരുട്ടാവും, പിന്നെ ബീച്ചിൽ പോയാൽ നമുക്കൊന്നും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു വേഗതയിൽ കൂടെ റോഡ് ക്രോസ് ചെയ്ത് കടക്കാനും പറ്റുന്നില്ല അല്ലേ. അപ്പോൾ അത് വലിയൊരു ഇത് കണ്ടില്ലേ, സൂര്യൻ അസ്തമിക്കാനായി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു ഇതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പെരുന്നാളിൻ്റെ മുടക്കായതുകൊണ്ട് നല്ല തിരക്കാണ് അവിടെ. അങ്ങോട്ടേക്ക് വണ്ടിയൊന്നും പാർക്ക് ചെയ്യാൻ കിട്ടാത്തതിൻ്റെ കാരണം തന്നെ ഈ പെരുന്നാൾ തിരക്ക് കാരണമായിരുന്നു. ഇനി ഇവിടുന്ന് നമ്മൾ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ വളരെ അടുത്തായി തോന്നുമെങ്കിലും കുറേ ഉള്ളിലോട്ട് പോയെങ്കിൽ 2 പ്രാവശ്യം സബ്വേയിൽ കൂടെ പോയെങ്കിലാണ് അപ്പുറത്തേക്ക് എത്തുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ പോകാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അതുവരെ അബുദാബിനെ കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളോട് ഞാൻ തരാം. സമയക്കുറവ് കാരണം ചുരുക്കി പറയാം. മധ്യപൂർവ്വ ദേശത്തെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് UAE എന്ന രാജ്യത്തിൻ്റെ 7 അംഗരാഷ്ട്രങ്ങളിലൊന്നാണ് അബുദാബി എമിറേറ്റ്സ്. മറ്റു 6 എമിറേറ്റ്സുകളുടെയും മൊത്തം വിസ്തീർണത്തിൻ്റെ 6 മടങ്ങ് വ്യാപ്തിയുള്ള അബുദാബി പേർഷ്യൻ ഉൾക്കടലിൻ്റെ തെക്കേ തീരത്ത് ഖത്തർ ഉപദ്വീപിനും ഹോർമൂസ് കടലിനടക്കുമാണ് സ്ഥിതി ചെയ്യുന്നത്. തെക്ക് പടിഞ്ഞാറ് അതിർത്തികൾ സൗദി അറേബ്യയുമായും കിഴക്കേ അതിർത്തി ഒമാനുമായും വടക്ക് കിഴക്ക് അതിർത്തി ദുബൈയുമായി പങ്കിടുന്നു. രാഷ്ട്രഭാഷ അറബിയാണ്. എങ്കിലും പല രാജ്യങ്ങളിൽ നിന്നുമുള്ള പ്രവാസികൾ ഇവിടെ വസിക്കുന്നതിനാൽ ഇംഗ്ലീഷ്, ഹിന്ദി, ഉറുദു, മലയാളം, തമിഴ്, താഗലോഗ്, ബംഗാളി എന്നീ ഭാഷകൾ പൊതുവെ ഉപയോഗിച്ചു വരാറുണ്ട്. അപ്പോൾ നമ്മൾ അബുദാബിയുടെ ഇത്രയും മനോഹരമായിട്ടുള്ള ഈ കടൽ തീരങ്ങളും അതുമാതിരി ടൗണും മരുഭൂമിയും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ഇതെല്ലാവരും ഇവിടെ UAEയിലൊക്കെ വരുന്ന ആളുകൾ ഈ അബുദാബി കോർണിഷും അബുദാബി ടൗണും അതൊക്കെ കാണേണ്ടതാണ്. ഇപ്പോൾ അബുദാബിയിൽ നിന്ന് നമ്മൾ തിരിച്ചാലിയിലേക്ക് വരുമ്പോഴുള്ള രാത്രി കാഴ്ചകളാണ്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ നമ്മൾ പകൽ വെളിച്ചത്തിൽ കണ്ട ആ ബിൽഡിങ്ങിൻ്റെ ഒക്കെ അത് രാത്രിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാത്രി കാണാൻ അതിനെക്കാട്ടി മനോഹരമാണ്. അപ്പോൾ എന്തായാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ കാണിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കുക, സപ്പോർട്ട് തരിക. ഇതുപോലെ വേറെ വീഡിയോ ആയിട്ട് ഇനിയും വീണ്ടും വരുന്നതായിരിക്കും. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടും ഒരുപാട് താങ്ക്സ്. വീണ്ടും എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. രാത്രി കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മാക്സിമം അത് കണ്ടുകൊണ്ടിരിക്കുക. തീരുന്നതുകൂടി അടുത്തതിനെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അബുദാബിയിൽ നിന്ന് അലയിലേക്ക് വരുമ്പോഴുള്ള വളരെ മനോഹരമായ രാത്രി കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.